നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇറ്റലിയും കേറി ഭേജു. ഇസ്രായേൽ പൊട്ടിപ്പാളീസായി. 2-3 ദിവസം മുമ്പ് നോർവേ 5 കൊടുത്തു വിട്ടിരുന്നല്ലോ, നാണം കെടുത്തി വിട്ടിരുന്നു. ഇപ്പോഴിതാ ഇറ്റലി 3 കൊടുത്തു വിട്ടിരിക്കുകയാണ്. ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ഇറ്റലി ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. ഇറ്റലിക്ക് വേണ്ടി ഇരട്ട ഗോളുകളാണ് മാറ്റിയോ റെറ്റഗി നേടിയത്. ശേഷിക്കുന്ന ഗോൾ മാൻസിനിയുടെ വകയായിരുന്നു. ഇറ്റലിയിൽ നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ റെറ്റഗിയും റാസ്പഡോറിയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. കളിയുടെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പാണ് മാറ്റിയോ റെറ്റഗിയിലൂടെ അവർ ലീഡെടുക്കുന്നത്. പെനാൽറ്റിയിലൂടെയാണ് അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിച്ചത്. ഇടവേള സമയത്ത് ഇറ്റലി ഏകപക്ഷീയമായ 1 ഗോളിനും മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 74-ാമത്തെ മിനിറ്റിൽ മാറ്റിയോ റെറ്റഗി തൻ്റെ ബ്രേസ് പൂർത്തിയാക്കി. ഒടുവിൽ കളി അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ജിയാൻലൂക്ക മാൻസിനിയുടെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ തകർപ്പൻ ജയം തന്നെ ഇറ്റലി ഇസ്രായേലിന് മേൽ നേടിയിരിക്കുന്നു. വിജയത്തോടുകൂടി ഇറ്റലിക്ക് 6 കളികളിൽ നിന്ന് 15 പോയിൻ്റ് ആയിട്ടുണ്ട്. അവർ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 2-ാം സ്ഥാനത്താണ് ഗ്രൂപ്പ് ഐയിൽ. നോർവേ 6 കളികളിൽ നിന്ന് 18 പോയിൻറ്റുമായിട്ട് 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അതേസമയം ഇസ്രായേലിന് 7 കളികളിൽ നിന്ന് 9 പോയിൻ്റേ ഉള്ളൂ. ഇനി അവർക്ക് ഒറ്റ കളിയേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിലേക്ക് ഇത്തവണ ഇസ്രായേൽ ഇല്ല എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.